നീലേശ്വരം അഴിത്തല നിവാസികളെ അധികാരികളുടെ അവഗണന വിടാതെ വേട്ടയാടുന്നു. ഇവർക്ക് മുൻപുണ്ടായിരുന്ന കുടിവെള്ള പദ്ധതി നിലച്ചിട്ട് 10 വർഷം പിന്നിടുമ്പോൾ പുതുതായി വിഭാവനം ചെയ്ത പദ്ധതി പാതി വഴിയിലും നിലച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. അഴിത്തല പ്രദേശം പഠന ഗ്രാമപഞ്ചായത്തിലായിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്ന കുടിവെള്ള പദ്ധതിയാണ് 10 വർഷമായി ഉപയോഗരഹിതമായി കാടുമൂടി കിടക്കുന്നത്. പ്രദേശം പഠന പഞ്ചായത്തിലെ 1-ാം വാർഡിലായിരുന്ന കാലത്ത് 2015-ൽ പ്രവർത്തന സജ്ജമായ പദ്ധതിയാണിത്. ഉദ്ഘാടനം കഴിഞ്ഞ് 5-6 മാസങ്ങൾ മാത്രമാണ് പദ്ധതി പ്രവർത്തിച്ചത്. അഴിത്തല പുലിമുട്ടിന് സമീപം പദ്ധതിയുടെ കിണർ, മോട്ടോർ എന്നിവയെല്ലാം അനാഥമായി കിടക്കുകയാണിപ്പോൾ. 150-ലധികം ഗുണഭോക്താക്കൾ പദ്ധതിയിലുണ്ട്. നീലേശ്വരം നഗരസഭയിലെ 25-ാം വാർഡിലായിരുന്ന പ്രദേശം വാർഡ് വിഭജനത്തോടെ ഇപ്പോൾ 27-ാം വാർഡിലാണ്. നേരത്തെയുണ്ടായിരുന്ന പദ്ധതി നിലച്ചതോടെ കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃതം 2-ൽ മറ്റൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങിയ ശ്രമമാണിപ്പോൾ പാതി വഴിയിൽ മുടങ്ങിയിരിക്കുന്നത്. ഉപഭോക്തൃ വിഹിതമായി 6000 രൂപ, 2000 രൂപ, 1000 രൂപ എന്നീ നിരക്കിൽ ഇതിനായി പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കൈക്കുടപ്പുറം അഴിത്തല നിവാസികൾ കുടിവെള്ളക്ഷാമം നേരിട്ട് ഒട്ടനവധി വർഷങ്ങളായി. എന്നിരുന്നാലും ഇതുവരെ നമുക്ക് ശാശ്വതമായ കുടിവെള്ളക്ഷാമത്തിന് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. 2015-ൽ പഠന പഞ്ചായത്തിന്റെ കീഴിലായിരുന്ന അഴിത്തല പ്രദേശം ജലനിധി എന്ന ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം അമൃതം 2 എന്ന ഒരു പദ്ധതി നഗരസഭ പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടി നമ്മൾ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ജനങ്ങളുടെ വിഹിതം എടുത്തുകൊണ്ട് കടിഞ്ഞമൂല പ്രദേശത്ത് 7 സെന്റ് സ്ഥലം നഗരസഭ വാങ്ങി നഗരസഭയ്ക്ക് കൈമാറുകയും ഉണ്ടായി. എന്നിരുന്നാലും ആ പദ്ധതി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നീലേശ്വരം നഗരസഭയുടെ കീഴിലുള്ള പാലായി കംബ്രിഡ്ജിൽ നിന്നും അഴിത്തല പ്രദേശത്തേക്ക് കുടിവെള്ളം എത്തിക്കാൻ എന്ന ഒരു ബൃഹത് പദ്ധതി വിഭാവനം ചെയ്തിട്ടുണ്ടെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ എത്തിയിട്ടില്ല. നിലവിലെ നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫിയായിരുന്നു പദ്ധതിയുടെ കമ്മിറ്റി ചെയർമാൻ. കടിഞ്ഞമൂല കൊട്ര കോളനിയോട് ചേർന്ന് 7 സെന്റ് സ്ഥലം 7 ലക്ഷം രൂപയ്ക്ക് ഇതിനായി വാങ്ങി. ഗുണഭോക്തൃ വീതത്തിനൊപ്പം സ്വകാര്യ വ്യക്തിയിൽ നിന്നും ക്ഷേത്ര കമ്മിറ്റിയിൽ നിന്നും ഒക്കെ കടം വാങ്ങിയാണ് സ്ഥലം വാങ്ങാനുള്ള തുക കണ്ടെത്തിയത്. എന്നാൽ ഇവിടെ പദ്ധതിക്കായി കിണർ കുഴിക്കുന്നതിനിടെ നാട്ടുകാരുടെ പ്രതിഷേധമുയർന്നു. ടാങ്ക് നിർമ്മിച്ച് മറ്റെവിടെ നിന്നെങ്കിലും വെള്ളം എത്തിച്ച് പ്രവർത്തിക്കുന്നതിൽ എതിർപ്പില്ലെന്ന നിലപാടിലായിരുന്നു ഇവർ. ഇതോടെയാണ് ഈ പദ്ധതിയും വഴിമുടങ്ങിയത്. കഴിഞ്ഞ ദിവസം അഴിത്തല ആലിങ്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര ഹാളിൽ ചേർന്ന വാർഡ് സഭാ യോഗത്തിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. ഉദ്ഘാടനത്തിലെത്തിയ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ MP സുരേന്ദ്രൻ പാലായി റെഗുലേറ്റർ കം ബ്രിഡ്ജിനോട് അനുബന്ധിച്ചുള്ള കുടിവെള്ള പദ്ധതി 2 കൊല്ലം കൊണ്ട് പ്രവർത്തന സജ്ജമാകുന്നതോടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിച്ച് കാത്തിരിക്കുകയാണ് കുടുംബങ്ങൾ. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.